എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉറക്കം സംബന്ധമായ അസുഖങ്ങളുടെ 4ാം ഭാഗമാണ്. ഈ ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, എങ്ങനെയാണ് ഈ ഉറക്കം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ കാര്യത്തിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ജോളിയോട് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജീവിതശൈലി തിരുത്തുക എന്ന് പറയുന്നത് സ്വയം തിരുത്താനുള്ള സാധ്യതയും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സ്വയം തിരുത്തുന്നതും ഈ ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താ? ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണം, നമ്മളുടെ എക്സസൈസ്, പിന്നെ നമ്മളുടെ വർക്കിംഗ് നമ്മുടെ ജോലി സംബന്ധം, നമ്മുടെ വീട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം സെൽഫായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചാണ്, നമ്മളുടെ ഒരു ലിമിറ്റഡ് നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ അപ്പം അവരവർക്ക് ചിലർക്കറിയാം, ഞാൻ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഞാൻ എക്സസൈസും ഇല്ലാതിരുന്ന, അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ അങ്ങ് കറക്റ്റ് ചെയ്ത്, ഇപ്പം ഡയബറ്റീസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഉറക്കക്കുറവായിരുന്നു, ചെന്ന് നോക്കിയപ്പം ഷുഗർ ഒത്തിരി ഹൈ ആണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാ എൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ കുഴപ്പം ഞാൻ തെറ്റിയ ഫുഡും കഴിച്ചതുകൊണ്ടാണ്. അവർക്കതങ്ങ് കറക്റ്റ് ചെയ്താൽ സ്വയം നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾറെഡി കുറേ മരുന്നുകളൊക്കെ എടുത്തു തുടങ്ങി, അല്ലെങ്കിൽ സ്വയം നോക്കിയിട്ട് കറക്റ്റ് ആകുന്നില്ല. അപ്പം നമുക്കെല്ലാം അറിയാം എന്താണ് നമ്മളുടെ ഐഡിയൽ ഹെൽത്തി വെയിറ്റ് എന്നറിയാം. ഹെൽത്തി വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേറൊന്നുമില്ല, ഹൈറ്റ് -110 ഇട്ടാൽ എത്രയാണോ അതാണ്. അപ്പം 175 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് -110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165 കിലോ. നമുക്ക് ഒരസുഖവും ഇല്ല, നല്ല 6 പാക്ക് ഉള്ള ആൾക്കാണെങ്കിൽ 75 കിലോ തന്നെ വരാം. 175 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 75 കിലോ ആകാം. പക്ഷെ എല്ലാവരും അത് മാക്സിമം ആണ്. പക്ഷെ പലരും കരുതുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നോർമൽ എന്നാ. അതല്ല നോർമൽ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. 175 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് നോർമൽ, അതായത് ആവറേജ്, ഒരു നമ്മൾ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല, ജസ്റ്റ് അത്യാവശ്യം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ എക്സസൈസും ഒക്കെ ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ള ഒരാളാണ് അവർക്ക് ആകെ ഒരു 65 kg വരാൻ പാടുള്ളൂ. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ചുകൊണ്ട് വരിക. അതേസമയത്ത് ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ കാലറി മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റും സ്റ്റാർച്ചും നമുക്ക് കുറയ്ക്കാം, മറ്റുള്ള ന്യൂട്രിയൻസ് അല്ല. പ്രത്യേകിച്ച് നമ്മളുടെ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഫാറ്റ് മാത്രമേ കുറയാൻ പാടുള്ളൂ. ഇപ്പം നമ്മളൊരു മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് പകരം നമ്മൾ ഈ ഡയറ്റിൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ വന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ നമ്മൾ ഫാറ്റെല്ലാം അവിടെ ഇരിക്കും, കൂടുതലും നമ്മളുടെ മസിലും ബോണും ആയിരിക്കും പോകുന്നത്. അപ്പം അതാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും മറ്റതിലും കൂടെ വരുമ്പോൾ നമ്മൾ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ എല്ലാ ന്യൂട്രിയൻസും, പ്രത്യേകിച്ച് പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ബോഡിക്കെന്ന് ഉറപ്പാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള എക്സസൈസും കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ സ്വയം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ നടക്കാൻ പോകും, ഓടുകയൊക്കെ ആയിരിക്കും. നടക്കുകയോ ഓടുകയോ ചെയ്യുമ്പം എക്സസൈസ് കിട്ടുന്നുണ്ട്, അത് പക്ഷേ നമ്മുടെ കാലിന് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 650 മസിൽസും അറൗണ്ട് 250 ബോൺസും ഉണ്ട്. ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ള എക്സസൈസ് കിട്ടിയാൽ മാത്രമേ നമ്മളൊരു ഐഡിയൽ എക്സസൈസ് ആവുള്ളൂ. അതുപോലെ എല്ലാ ന്യൂട്രീഷനും ഉള്ള ഫുഡ് കഴിക്കണം, പിന്നെ ടോക്സിൻസ് കുറവുള്ളതുമായിരിക്കണം ഫുഡ്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലി നമ്മളൊരു ജനറൽ ഡയറ്റിൽ നിന്ന് കിട്ടിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് രോഗമൊന്നുമില്ല, അവനവൻ്റെ ലൈഫ് സ്റ്റൈൽ തെറ്റാണെന്ന് അറിയാവുന്നവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൾറെഡി രോഗമായി പലതരം മരുന്നും കഴിക്കുന്നവർക്ക്, അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഡയബറ്റീസിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്വയമായിട്ട് ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷനോ ഈവൻ ടാബ്ലറ്റോ എടുത്തുകൊണ്ടിരിക്കുമ്പം ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഓവറായിട്ട് വിശപ്പ് വരും, അല്ലെങ്കിൽ തലകറക്കം വരും. അപ്പോൾ അവർക്ക് സ്വയം നമ്മൾ കൺട്രോൾ ചെയ്യാൻ, ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല.
കാരണം ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റും കൂടെ കയറി വരും. കാരണം നമ്മൾ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഡയറ്റും ഇതും എടുത്ത് കറക്റ്റ് ചെയ്യുമ്പം അവരുടെ ആ ജീവിതശൈലി കറക്റ്റ് ആകുന്നതനുസരിച്ച് അവരുടെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കറക്റ്റ് ആകുന്നതനുസരിച്ച് അവരുടെ മരുന്നും കൂടെ കുറച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ ന്യൂട്രീഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ പലരും പറയും വെയിറ്റ് കുറയാൻ നോക്കി, പക്ഷേ എനിക്ക് മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ. അത് മുടി കൊഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുടി കൊഴിയാൻ തുടങ്ങിയ ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നു, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ടുള്ള രോഗം വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ മുടി കൊഴിഞ്ഞു തുടങ്ങുന്നത്. അപ്പം അത് മനസ്സിലാക്കി അപ്പം ഒരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി വരുമ്പം, അതായത് സാധാരണ ഒരാൾക്ക് ഫുഡിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഒക്കെ ഒരു ലിമിറ്റഡ് നോളജ് അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പം മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട്, ഒരാളുടെ ബോഡിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഈവൻ ബോഡിയിൽ എന്തോരം ഫാറ്റ് ഉണ്ട്, എന്തോരം മസിലുണ്ട്, എന്തോരം ബോഡി ഏജ് എത്രയാണ്. ഇപ്പം പലരുടെയും നമ്മൾ കലണ്ടർ ഏജ് നോക്കും, അതായത് ശരിക്കുള്ള പ്രായം 40 വയസ്സായിരിക്കും, പക്ഷെ ബോഡി ഏജ് നോക്കുമ്പോഴേക്കും ചിലപ്പം 65 70 ഒക്കെ ആയിരിക്കും. ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടാവും. അപ്പോൾ ആ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിക്കാനും പറ്റുന്നത്. ശരിക്കും ഈ ഉറക്കം സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് ഇപ്പോൾ ഈ മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സോ എന്തെങ്കിലും അല്ലെങ്കിൽ ഹോർമോൺസൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്നവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് സാധ്യമാവുക? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഫുഡും എക്സസൈസും ആണല്ലോ വരുന്നത്. ഇപ്പം ഉറക്കം പ്രശ്നം ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഫുഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്തായാലും ഐഡിയൽ ഫുഡും ആണല്ലോ വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കാണുന്ന മിക്കവാറും എല്ലാ പേഷ്യൻസിനും തന്നെ ഉറക്ക പ്രശ്നങ്ങൾ ഒരു നല്ല പെർസെൻറ്റേജിനും ഉണ്ടാവും. അത് പലരും മരുന്ന് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ നിലയിലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഫുഡും എക്സസൈസും എല്ലാം കറക്റ്റ് പാറ്റേണിലേക്ക് വന്നു കഴിയുമ്പം ആദ്യമേ ഉറക്കത്തിൻ്റെ മരുന്നോ സൈക്യാട്രിക് മെഡിസിനോ ഒന്നും നമ്മൾ തുടക്കത്തിൽ നിർത്തുകയില്ല. നമ്മൾ ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ, നമ്മൾ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്ന് നോക്കും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കാണ് സി പെപ്റ്റൈഡിൻ്റെ ലെവൽ നോക്കണം. സി പെപ്റ്റൈഡ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആവശ്യത്തിന് അയാളുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷുഗർ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡയറ്റ് ആണെങ്കിലും, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വരുമ്പോൾ അതായത് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും ലോ ആയിട്ടും, ഒബേസിറ്റിയിലാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കാലറി തന്നെ അറൗണ്ട് ഒരു 650 കാലറിയിൽ, പക്ഷേ എല്ലാ ന്യൂട്രിയൻറ്റും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും കൂടെയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഡയറ്ററി ഫൈബർ. അപ്പം ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ എല്ലാ മസിൽസും എല്ലാ ബോണിനെയും എക്സസൈസ് കൊടുക്കുന്നുണ്ടെന്നും, ഒപ്പം തന്നെ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയി 8 മണിക്കൂർ ഉറങ്ങണമെന്നുള്ളതും കൂടെയാണ് നമ്മൾ പറയുന്നത്. 8 hours സ്ലീപ്പ് വേണമെന്നുള്ളതാണ്. അപ്പം അത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനും കൂടെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം ഡയബറ്റീസ് ഇതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഡയബറ്റീസിൻ്റെ മരുന്നുകൾ നമ്മൾ ടൈപ്പ് 2 ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിർത്തി വെച്ചിട്ടാണ് തുടങ്ങുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മരുന്നും ഇൻസുലിനും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന നമ്മൾ ലോ കാലറി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് വരുമ്പം ഹൈപ്പോഗ്ലൈസീമിയ വരും. ഹൈപ്പോഗ്ലൈസീമിയാണ് മോർ ഡേഞ്ചറസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മരുന്നുകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇത് തുടങ്ങുന്നത്. ബാക്കിയുള്ള ഇപ്പോൾ പ്രഷർ ആണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പേഷ്യൻ്റ് തന്നെ മോണിറ്റർ ചെയ്ത്, പ്രഷർ കുറയുന്നതനുസരിച്ച് ഓരോ മരുന്നായിട്ട്, പലരും 3-4 മരുന്നൊക്കെ ഉണ്ടാവും, പ്രഷർ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഓരോ മരുന്നായിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മൾ നോക്കി ഓരോ വീക്കിലും കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കി, കൊളസ്ട്രോൾ നോർമലിലേക്ക് വരുമ്പം അത് പലപ്പോഴും പലരും 40-ഉം 80-ഉം ഒക്കെ സ്റ്റാറ്റിനൊക്കെ എടുക്കുന്നുണ്ടാവും, പക്ഷേ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും. പക്ഷെ നമ്മളിത് കറക്റ്റായിട്ട് നോക്കി തുടങ്ങുമ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ അത് കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡോസ് കുറച്ച് പതുക്കെ കുറച്ച് ഓരോന്നിട്ട് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക എന്നുള്ളതാണ് അത് വരുന്നത്. അതുപോലെ
ഓരോ ആസ്പെക്റ്റിലും ഇപ്പം ഇപ്പം സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ ലോങ് ടൈം കഴിച്ചാൽ പെട്ടെന്ന് അത് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം വിത്ഡ്രോ ചെയ്യുമ്പോൾ അവർക്ക് സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റീസ് വരും, ദറ്റ് ഈസ് ആ ഡ്രഗ് ഡിപ്പെൻഡൻസ് ഉണ്ടാകും. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുപോലെ ഈ രോഗം മാറിക്കഴിഞ്ഞിട്ടായിരിക്കും ഈ സ്ലീപ്പിങ്ങിൻ്റെ മരുന്നുകളും അതും പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് നിർത്തുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണ്. അതായത് ഏതെങ്കിലും മരുന്ന്, ഇപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മരുന്ന് കുറയ്ക്കുമ്പോൾ അവർക്ക് പ്രോബ്ലംസ് കൂടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ മരുന്ന് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ രോഗം മാറുന്നതനുസരിച്ച് മാത്രം മരുന്ന് കുറച്ചുകൊണ്ട് വരിക. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മരുന്ന്. ഇപ്പം നമ്മളൊരു 3 മാസം അല്ലെ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ്, യൂഷ്വലി ഒരു 3 months കൊണ്ട് ബോഡിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റാകും. അത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ടുകൾ കുറച്ചുകൊണ്ട് വന്ന് അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ നെക്സ്റ്റ് 3 months കൊണ്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പം വലിയ മേജർ ഇതൊന്നും അല്ലാത്തവർക്ക് മിക്കവാറും ആ 6 months കൊണ്ട് സെൽഫ് മാനേജിങ് ഒരു കപ്പാസിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അവർ കണ്ടിന്യൂ ചെയ്യണം. 3 മാസം ഇപ്പം പലപ്പോഴും ചില പേഷ്യൻസ് ഒക്കെ ഉണ്ട്, സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടാവും, ഡയബറ്റിസ് ഉണ്ടാവും, ബ്ലഡ് സ്ട്രോക്ക് ഉണ്ടാവും, എല്ലാം മിക്കവാറും 3 മാസം ആകുമ്പോഴേക്കും എല്ലാം ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം കറക്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ടോട്ടലി അങ്ങ് നിർത്തി പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നോക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ബേസിക്കലി ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചിട്ട് ഇതും ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അതായത് ജീവിതശൈലി ഉത്തമമായിട്ട് കൊണ്ടുപോകേണ്ടത് 3 മാസമോ 6 മാസമോ കൊണ്ടുപോയാൽ പറ്റില്ല. അത് ലൈഫ് ലോങ് കൊണ്ടുപോകണം. ഈ സപ്പോർട്ടും അത് പഠിപ്പിച്ച് എടുക്കുന്ന സമയമാണ് ഈ 3 to 6 months എന്നുള്ളത്. സ്വയം മാനേജ്, ഇപ്പം നമുക്കറിയാമല്ലോ, ബിരിയാണി, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ബിരിയാണി എടുത്ത് ഒരു ഫുൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടും. അത് നമ്മളിപ്പോൾ കൺട്രോളൊക്കെ ചെയ്ത് കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്നാലും അപ്പോൾ അവിടെയും ബിരിയാണി കഴിക്കാം, പക്ഷെ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച്. അപ്പം അത് എങ്ങനെയാണ് അപ്പം അത് എന്നരുത് ഇപ്പോൾ ഒരിക്കലും ബിരിയാണി കഴിക്കാതിരിക്കണമെന്നൊന്നുമല്ല, നമുക്കെല്ലാം ആവാം. ഈവൻ ഷുഗർ മാറി ഇപ്പം HbA1c 5.5 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മധുരമിട്ട് അത്യാവശ്യം മധുരമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഷുഗറും HbA1c കൂടുന്നുണ്ടോ, അതായത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, HbA1c കൂടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ നമ്മളുടെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, ചിലപ്പോൾ മിക്കവാറും ഇവർക്കൊക്കെ സ്ട്രെസ്സ് വരുമ്പോഴായിരിക്കും. ഇപ്പം സൈക്കാട്രിക് ഈ ഉറക്ക പ്രശ്നങ്ങളും ഉള്ളവർ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ചിലപ്പം കുറച്ച് നാളായിട്ട് ജോലിയൊന്നും ഇല്ലാതെ, ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ഇരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ അസുഖമൊക്കെ മാറി എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം അവരൊരു ഫ്രഷ് ജോബിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ സ്ട്രെസ്സ് ചിലപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പുതിയ ജോബൊക്കെ എടുക്കുമ്പോൾ വീണ്ടും നമ്മൾ സപ്പോർട്ടും കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കൂടുമ്പം വീണ്ടും ഉറക്കക്കുറവ് വരാനും ഡയബറ്റീസ് ആണെങ്കിൽ അത് കൂടാനും പ്രഷർ കൂടാനും എല്ലാം ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറക്കം കറക്റ്റായിട്ട് കൊണ്ടുപോകണം, സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ പറ്റണം, ഫുഡും എക്സസൈസും ചെയ്യാൻ പോകണം. ഇതെല്ലാം നമ്മൾ സപ്പോർട്ട് ഉള്ളപ്പോഴും സപ്പോർട്ട് ഇല്ലാത്ത സമയത്തും അത് നമ്മൾ സെൽഫായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. സാധാരണ കാണുന്ന ഒരു ബുദ്ധിമുട്ട് ഈ CPAP മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഉള്ള പല വിഷയങ്ങളുണ്ടെന്ന്. ശരിക്കും ഈ ജീവിതശൈലി കറക്ഷൻ വെച്ച് എത്രമാത്രമാണ് നമുക്ക് ഈ CPAP മെഷീനിൽ നിന്നൊക്കെ മാറാനായിട്ട് ആൾക്കാരെ കൊണ്ട് സാധിക്കുക? ബേസിക്കലി ഞാൻ നമ്മൾ ജസ്റ്റ് കൂർക്കം വലി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ CPAP മെഷീൻ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരെ കണ്ട് നമ്മൾ പേഷ്യൻ്റായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ വർഷങ്ങളായിട്ട് CPAP മെഷീൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോർ 10-15 years ഒക്കെ CPAP മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും അപ്പോൾ അവർ ഈ CPAP മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് അത് മാത്രമായിരിക്കില്ല, അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ മിക്കവാറും ഇതിന് മന്ത് ഓർ 2 ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം ഇതിന് മന്ത്, അതാണ് നമ്മളുടെ ഒരു ആഗ്രഹവും നമ്മൾ എയിം ചെയ്യുന്നത് വിതിൻ എ മന്ത് മരുന്നില്ലാതെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്ന്. അത് നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റ്, ഞാൻ എല്ലാവർക്കും അത് പറ്റുമെന്ന് പറയില്ല. കാരണം ഡയബറ്റീസ് പേഷ്യൻ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടെ കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പം ഇവർ വീണ്ടും കൂടുതൽ എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ HbA1c ഷുഗറും കൺട്രോൾ കിട്ടിയെന്നിരിക്കുകയില്ല. അപ്പോൾ
അങ്ങനെയുള്ളവർക്ക് പോലും ഈ സിപാപ്പ് മെഷീനിൽ നിന്ന് മാത്രമല്ല, ഡയബറ്റീസിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും എല്ലാ മരുന്നും മാറ്റി സ്വസ്ഥമായിട്ട് മരുന്നൊന്നും ഇല്ലാതെ, ബേസിക്കലി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ രോഗിയാണല്ലോ. സിപാപ്പ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾ രോഗിയാണ്. അപ്പം നമ്മൾ രോഗിയല്ലെന്നാവണം. മരുന്നില്ലാതെ ഒരു സപ്പോർട്ടും മെഷീനുകളുടെ ഒന്നും സപ്പോർട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റണം. എന്നാലല്ലേ നമുക്ക് ആരോഗ്യം, സൗഖ്യം അല്ലെങ്കിൽ ആരോഗ്യം എന്നൊക്കെ പറയാൻ അതിനെയല്ലേ പറ്റുള്ളൂ. അതുപോലെ കൂർക്കം വലി, സിപാപ്പ് ഒന്നും ഉപയോഗിക്കുന്ന, സിപാപ്പ് മെഷീൻ വേണമെന്ന് പറഞ്ഞവര് അവർക്ക് എല്ലാവർക്കും തന്നെ കൂർക്കം വലി ഉണ്ടാവും. അപ്പം നമ്മൾ മിക്കവാറും വൈഫിനോടാണ് ചോദിക്കുന്നത്, ഇപ്പം എങ്ങനെയുണ്ട്, കൂർക്കം വലി കുറഞ്ഞിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഇത് 1 or 2 വീക്സ് തന്നെ അവർക്ക് ആ കുറവ് കാണുന്നുണ്ടാവും. അത് മാത്രമല്ല, ഈ പലരും ഈ ഉറക്കക്കുറവൊക്കെ ഉള്ളൊരു ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. മിക്കവാറും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി, ഈ BP ഉള്ള പേഷ്യൻ്റ് BP മരുന്ന് കഴിക്കുന്നവർ ഭയങ്കര ഇറിറ്റബിളും ദേഷ്യക്കാരായിരിക്കും. അപ്പോൾ അതിൽ ഭയങ്കര വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ സൈക്കാട്രിക് പേഷ്യൻസ് മരുന്ന് കഴിക്കുന്നവർ മിക്കവാറും ഭയങ്കര ഇറിറ്റബിളും ദേഷ്യവും ഉണ്ടാവും. ഇപ്പം BP മരുന്ന് കഴിക്കുന്നവർ, സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നവർ, ഇവരൊക്കെ അവരുടെ സ്വഭാവം തന്നെ വ്യത്യാസം വരും. അത് വൈഫോ അല്ലെങ്കിൽ പേരൻസിനോ ഒക്കെ അത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ സൈക്കാട്രിക് പ്രോബ്ലം ഇത് ഉള്ളവരുടെ എന്താണെന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വീട്ടിൽ നിന്നുള്ളവരുടെയും ഫാമിലി സപ്പോർട്ടും കൂടെ വേണം. പിന്നെ അവരെ പ്രഷറൈസ് ചെയ്ത്, ഇപ്പോൾ പിള്ളേരെയൊക്കെ ഉണ്ട് ഉറക്കക്കുറവും ഈ പലപ്പോഴും ഉണ്ട്. ഈ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും സ്ട്രെസ്സും കാരണം പരീക്ഷ എഴുതാനും ഒക്കെ പറ്റാതെയൊക്കെ വരിക, അങ്ങനെയൊക്കെ പഠിത്തമൊക്കെ നിർത്തിപ്പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് എല്ലാം കറക്റ്റായി വരുന്ന കുറച്ചൊന്നാകുമ്പോഴേക്കും പേരൻസിന് ഓവർ ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെ ആ പഠിത്തത്തിലേക്കൊന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പം അത് ഓവറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ എൻജിനീയറിങ്ങും ഒക്കെ കഴിഞ്ഞ് പഠിച്ച് ഒക്കെ കഴിഞ്ഞ പിള്ളേർ അവർ ജോലിക്ക് പോയില്ല, ജോലിയെല്ലാം നിർത്തി, ഈ അസുഖം കാരണം നിർത്തേണ്ടി വരും. അപ്പോൾ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ തന്നെ വേഗം ജോലിക്ക് വിടാൻ, അല്ലെങ്കിൽ പഠിത്തം പുതിയ കോഴ്സിന് ചേർക്കാൻ, അതൊക്കെ അവരുടെയും കൂടി ഇഷ്ടമനുസരിച്ച് മാത്രമേ, ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യരുത്. കാരണം ഫോഴ്സ്ഫുള്ളായിട്ട് അവർ അതിലേക്കൊക്കെ വന്നു കഴിയുമ്പം അവരുടെ ആ സ്ട്രെസ് ലെവൽ കൂടിയിട്ട് വീണ്ടും അസുഖം വരാനുള്ള സാധ്യത വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അതും കൂടെ നോക്കി, നമ്മളിപ്പം എംപ്ലോയിഡ് ആയിട്ടുള്ളിടത്തൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അല്ലെങ്കിൽ സ്വന്തം ആയിട്ടുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതിൽ അപ്പം അവരുടെ ആ ഓരോരുത്തരുടെയും മെൻ്റൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ സ്ട്രെസ് ലെവൽ കൂട്ടാത്ത ഒരു ജീവിതശൈലിയിലേക്ക്, ഈവൻ ജോബിൻ്റെ കാര്യത്തിൽ പോലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ ഇപ്പോൾ ഈ ഒരു മരുന്ന് മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊസീഡിയർ ചെയ്യുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയുടെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടാണല്ലോ. അതേസമയം ഇപ്പോൾ ഈ ജീവിതശൈലി തിരുത്തൽ എന്ന് പറയുമ്പോൾ അതുപോലെ നമുക്ക് അങ്ങ് മേടിച്ച് അങ്ങ് ഫിറ്റ് ചെയ്യാവുന്ന പോലത്തെ ഒരു കാര്യമല്ലല്ലോ. അപ്പം എത്രമാത്രം ഈ സപ്പോർട്ട് അവരുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഇമ്മീഡിയറ്റായിട്ട് സപ്പോർട്ട് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഉറക്കം സംബന്ധമായിട്ടുള്ളൊരു ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുക? ഉറക്കം സൈക്യാട്രിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ള ഉറക്കം ഡീൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അതേസമയത്ത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ മാത്രമേ ഉള്ളൂ, അവരുടെ ഉറക്കം കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ ആർത്രൈറ്റിസ് കാരണമുള്ള ഉറക്കക്കുറവോ അതിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഉള്ള ഉറക്കക്കുറവോ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് തീരുന്നതോടുകൂടി പ്രശ്നങ്ങളും അസുഖം അങ്ങ് മാറുന്നതോടുകൂടി മാറും. ഈ സൈക്കാട്രിക് ഡിസീസിൻ്റെ കൂടെ വരുന്നതായിരിക്കും ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓൾറെഡി ഒത്തിരി മരുന്നുകളാണ്, അത് അവരെങ്ങനെ സെഡേറ്റ് ചെയ്യുകയും അതെല്ലാം ഇൻട്രാക്ട് ചെയ്യുകയായിരിക്കാം മരുന്നുകൾ തന്നെ. സെഡേഷന് വേണ്ടിയിട്ടുണ്ടാകും, ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാകും. അപ്പം ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നത് ബ്രെയിനിനെ സപ്രസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഡിപ്രഷന് വേണ്ടിയിട്ട് കഴിക്കുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന. അപ്പം ഇത് രണ്ടും കൂടെ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തെ പ്രോബ്ലം. അപ്പോൾ അവരെ മാനേജ് ചെയ്യാനായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അവർക്ക് ആ ഇൻഹറൻ്റ് ആയിട്ടുള്ള അവർക്കൊരു വില്ല് പവർ കുറവാണല്ലോ. കാരണം ബ്രെയിനിനൊരു രോഗമുണ്ട്, ബ്രെയിനെ സപ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഫാമിലി സപ്പോർട്ട് വേണ്ടത്. പക്ഷെ ഒത്തിരി
പല പേഷ്യൻസും 4-5 സൈക്കാട്രിക് മെഡിസിനും, അതിൻ്റെ സൈക്കാട്രിക് മെഡിസിൻ്റെ ഉള്ളവരെല്ലാവരും രാത്രിയിലോ 2-3 മരുന്നായിരിക്കും സെഡേറ്റീവും കൂടെ ആയിട്ടുള്ള എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് അവർക്ക് ഒന്നിനും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, എക്സസൈസ് ചെയ്യണ്ടേ. അപ്പോൾ രാവിലെ ഒന്നും എഴുന്നേക്കാൻ തന്നെ പറ്റില്ല, 10 മണിക്കായിരിക്കും എഴുന്നേക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ ഫാമിലിയുടെ സപ്പോർട്ടും സ്വയം കൂടെ വില്ലിങ്നെസ്സും ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും നടക്കുന്നത്. പക്ഷേ 1-2 ആഴ്ചയെങ്കിലും ഒന്ന് കറക്റ്റായിട്ട്, പിന്നെ ഫുഡ് പാറ്റ്സ് ഉണ്ടാകും, ചിലർ ഒത്തിരി ഓവർ വെയിറ്റ് ആയിരിക്കും, അവർക്ക് ഉള്ള ജങ്ക് ഫുഡെല്ലാം മേടിച്ച് ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ അതും നമ്മുടെ അപ്പറ്റൈറ്റ് കൂട്ടി ഭയങ്കര ഓവർ അപ്പറ്റൈറ്റ് ഉണ്ടാകും. അപ്പം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനകത്തൊരു ഡിഫിക്കൽറ്റി വരുന്നത്. പക്ഷെ പേഷ്യൻറ്റും അതുപോലെ അവരുടെ സപ്പോർട്ട് മെമ്പേഴ്സും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പലർക്കും കംപ്ലീറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ റിക്കവർ ചെയ്ത് മരുന്ന് നിർത്തിയെന്ന് പറഞ്ഞാലും ഈ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഒക്കെയാണ് അതിന് വീണ്ടും മറ്റതിന് മരുന്ന് വെച്ച് ഫോളോ അപ്പ്, മരുന്നാണേലും ലൈഫ് സ്റ്റൈല് വീണ്ടും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അതിന് റിവ്യൂ ഇടയ്ക്ക് നമ്മൾ യൂഷ്വലി നമ്മളൊരു 3 to 6 months അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ once in a year ആണ് ഫോളോ അപ്പ്. പ്രോബ്ലംസ് ഒന്നുമില്ല, once in a year ഫോളോ അപ്പ് ചെയ്ത് എല്ലാം കറക്റ്റ് ആകുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം. ഇതോടുകൂടി നമ്മളുടെ ഈ ഉറക്കം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റി ഉള്ള 4 part സീരീസിൻ്റെ വീഡിയോസ് തീരുന്നതായിരിക്കും. നന്ദി.